നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇപ്പൊ വന്നിട്ട് നമ്മള് ഈ 2025 അവസാന മാസത്തില്, അതായത് ഡിസംബർ മാസത്തിലാണ് ഇരിക്കുന്നത്. സോ ഇന്നത്തെ ദിവസം വന്നത് ഭയങ്കര പവർഫുൾ ആയത് 18/12/2025 വ്യാഴാഴ്ച. ഈ ദിവസത്തിന്റെ മഹാത്മ്യത്തെ പറ്റി കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കാം, എന്നാല് കുറെ പേർക്ക് അറിയാതെയും ഇരിക്കാം. നമ്മുടെ ചാനലില് ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയും സ്വിച്ച് വേർഡ്സിനെ പറ്റിയും നിറയെ പതിവുകൾ ഞാൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ 18/12/2025 ധനുമാസത്തിലെ വ്യാഴാഴ്ച എന്നത് കൂട്ടുമ്പോൾ 939 എന്ന് വരും. ഈ 939 എന്നത് ഒരു സാധാരണ നമ്പർ അല്ല. ഇത് വന്നിട്ട് മഹാവശ്യ നമ്പർ, അതായത് ഒരു ഏഞ്ചൽ നമ്പർ, ദേവതാവശ്യ നമ്പർ എന്നും പറയും. ശരിയാ? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ. ഈ 939 എന്ന ഏഞ്ചൽ നമ്പറിന് നമുക്ക് എന്താണ് ഈ ഏഞ്ചൽ നമ്പർ തരുന്നത് എന്ന് ചോദിച്ചാല്, നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നുവോ, നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം എന്താണോ അത് അതുപോലെ തന്നെ നമുക്ക് നടത്തി തരാനുള്ള കഴിവ് ഈ ഏഞ്ചൽ നമ്പറിന് ഇരിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ വന്നിട്ട് നിറയെ ഏഞ്ചൽ നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ വന്നിട്ട് 333, 999 അങ്ങനെ നിറയെ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിരിക്കുന്നുണ്ട്. ഇതിലെല്ലാം നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് നമ്മൾ 369 ടെസ്ല മാനിഫെസ്റ്റേഷൻ കോഡ് നമ്മൾ ഫോളോ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് നടന്നിട്ടുമുണ്ട്. എന്നാല് 939 എന്ന് പറയുന്നത് മാതിരിയുള്ള ഈ ഏഞ്ചൽ നമ്പേഴ്സ് വരുന്ന നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളത്, നമ്മളത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് റിസൾട്ട് കയ്യുമേൽ കൊടുക്കുന്നതിന്റെ ബലം കിട്ടും. സോ ഇന്ന് ധനുമാസത്തിലെ വ്യാഴാഴ്ച 18/12/2025 939 ഇത് നിങ്ങൾ ഒരു കാരണത്തെ കൊണ്ടും വിട്ടുകളയരുത്. ഇന്നത്തെ ദിവസം നന്നായിട്ട് ഉപയോഗിച്ചോളുക. അതും വന്നിട്ട് നിങ്ങൾ ഇതിന് 2 സമയം ഇരിക്കുന്നുണ്ട്. രാവിലെ 9:39 AM അതുപോലെ തന്നെ രാത്രി 9:39 PM നിങ്ങൾക്ക് 2 ആവശ്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വയ്ക്കാവുന്നതാണ്. അതും നിങ്ങൾ വരാഹി അമ്മനക്ക് മുന്നേ നന്നായിട്ട് വരാഹി അമ്മനോടെ ആശീർവാദത്തിനായിട്ട് അമ്മനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ 2 കോരിക്കൈ വയ്ക്കാവുന്നതാണ്. ഈ 939 എന്ന ഏഞ്ചൽ നമ്പർ എന്താ ഇത്രയ്ക്കും ശക്തിയുള്ളതെന്ന് നിങ്ങൾ വരെ വരെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇപ്പോ ഒന്നുകിൽ 3 തവണ, ഇല്ലെങ്കിൽ 6 തവണ, ഇല്ലെങ്കിൽ 9 തവണ, ഇല്ലെങ്കിൽ 12 തവണ, അതും ഇല്ലെങ്കിൽ 15 തവണ, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ ടൈം നോക്കിയിട്ട് ഞാൻ ഈ പറയുന്നത് ഈ ഒരു വാക്യം മാത്രം നിങ്ങൾ ഉച്ചരിക്കുക, കൂടെ നിങ്ങൾ എഴുതിക്കോളുക. എന്താച്ചാല് നെക്സ്റ്റ് ഇയർ, അതായത് 2026 നിങ്ങൾക്ക് വന്നിട്ട് വരാഹി അമ്മനോട് അരുള് കണ്ടിപ്പാ കിട്ടും. അമ്മനോട് ബ്ലെസ്സിങ്ങോട് കൂടി നിങ്ങൾക്ക് അടുത്ത വർഷത്തെ വരവേൽക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ വീട്ടിലിരിക്കുന്നവരായാലും ശരി, ഓഫീസിലിരിക്കുന്നവരായാലും ശരി, ഈ ഒരേ ഒരു മന്ത്രം ചൊല്ലിക്കോളുക, കൂടെ എഴുതുകയും ആവാം. കൗണ്ടിങ് എല്ലാം ഞാൻ പറഞ്ഞു, അതുപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് എഴുതിക്കോളുക. വാക്യം ഇതാണ്: വരാഹി തരും നല്ല എതിർകാലം, വരാഹി തരും നല്ല എതിർകാലം, വരാഹി തരും നല്ല എതിർകാലം. എന്നിട്ട് നിങ്ങൾ അതിന്റെ കീഴെയായിട്ട് എഴുതുക, പറയുക: വരാഹി അമ്മയ്ക്ക് നന്ദി, വരാഹി അമ്മയ്ക്ക് നന്ദി, വരാഹി അമ്മയ്ക്ക് നന്ദി.
ഇത് വന്നിട്ട് നമ്മൾ പ്രപഞ്ചത്തിന് നന്ദി പറയുന്നത് പോലെ നമ്മൾ വരാഹി അമ്മനിക്ക് നന്ദി പറയുന്നു. ശരിയാ? ഈ വാക്യം വന്നിട്ട് വരാഹി തരും നല്ല എതിർകാലം. ഇത് ഭയങ്കര പവർഫുൾ ആയത്. നിങ്ങളുടെ എതിർകാലം, നിങ്ങളുടെ ഫ്യൂച്ചർ, ഭാവി വന്നിട്ട് വരാഹി അമ്മനെ എടുത്തുകൊള്ളും. എന്നിട്ട് അമ്മ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ വേണ്ടിയത് എന്നുള്ളത് അമ്മ നിങ്ങൾക്ക് തരും. ശരിയാ? നമ്മള് 2025 വരെ നമുക്ക് വന്ന കഷ്ടങ്ങളൊന്നും 2026 പുതിയ വർഷത്തിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വരക്കൂടാതെ നമുക്ക് നല്ല ഒരു ഭാവി വരണം. നമുക്ക് നല്ല ഒരു നമ്മൾ എന്ത് കോരിക്ക വെക്കുന്നുവോ, നമ്മുടെ ആവശ്യങ്ങൾ എന്തുവോ അതെല്ലാം നടന്നു കിട്ടണം. നമ്മുടെ ഫ്യൂച്ചർ നല്ലതായി വരുന്നതിന് വേണ്ടി ഇന്ന് നിങ്ങൾ ഈ ധനുമാസത്തിലെ വ്യാഴാഴ്ച, അതായത് 18/12/2025 939 എന്ന ഏഞ്ചൽ നമ്പർ, ഇത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചോളുക. പറഞ്ഞല്ലോ, രാവിലെ 9:39 AM, അത് വിട്ടവരാണെങ്കിൽ നിങ്ങൾ രാത്രി 9:39 PM ഇത് ചൊല്ലിക്കോളുക. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചൊല്ലുന്നതിനും നമ്മൾ എഴുതുന്നതിനും രണ്ടിനും രണ്ട് രീതിയിലുള്ള ഫലമാണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ രണ്ട് മെത്തേഡും ഫോളോ ചെയ്തോളുക. 3 ടൈംസോ 6 ടൈംസോ 9 ടൈംസോ 12 ടൈംസോ അതെല്ലാം നിങ്ങളുടെ സമയവും സൗകര്യവും നോക്കി നിങ്ങൾ ചെയ്തോളുക. വേറൊന്ന്, പൂജയറയിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ശരിയാ? ഇതിന് ഞാൻ ഈ കൗണ്ട് പറഞ്ഞു എങ്കിലും നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ, എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഒരു കൗണ്ട് എന്നത് ഇതിന് ഇല്ല. സമയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വരാഹിയമ്മനോടെ മന്ത്രങ്ങൾ, ഏത് മന്ത്രം അറിയുവോ ആ മന്ത്രവും കൂടെ ചൊല്ലാവുന്നതാണ്. ശരിയാ? ശ്യാമളായ വിദ്മഹേ കലഹസ്തായ ധീമഹേ തന്നോ വരാഹി പ്രചോദയാത്. അമ്മനോട് ഗായത്രി മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ശരിയാ? എന്തായി പറയുന്നെന്ന് വെച്ചാല്, ഈ നേരം എന്നത് പ്രപഞ്ചം നമുക്ക് എല്ലാം കൈകൊടുക്കുന്ന നേരം. അതുപോലെ തന്നെ നമ്മള് വരാഹിയമ്മന്റെ മുന്നേ വരാഹിയമ്മൻ നമ്മളെ കാക്കും എന്ന പ്രതീക്ഷയിൽ, ആ വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ തന്നെ നമുക്ക് അമ്മ കൊണ്ടുതരും. ശരിയാ? നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ, ആവശ്യങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിരുന്നിട്ട് ഈ സമയം നന്നായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളുക. നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും പ്രപഞ്ചവും വരാഹിയമ്മനും നടത്തി തന്നിരിക്കും. നിങ്ങൾ വന്നിട്ട് എനിക്കിത് വേണം എന്ന് ആവശ്യപ്പെടുക. കാര്യം കഴിഞ്ഞത് മാതിരി ചോദിക്കാൻ പാടില്ല. എനിക്കിത് കാര്യം നടന്നു കഴിഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. എനിക്കിത് വേണം അമ്മനേ തുണ, എനിക്കിത് വേണം പ്രപഞ്ചമേ തുണ എന്ന് നിങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുക. എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് നല്ല കുടുംബജീവിതം വേണം, എനിക്ക് ജോലിയിൽ ഹയർ പൊസിഷനിലേക്ക് പോകണം, പ്രമോഷൻ വേണം, ഇങ്ങനെ നിങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടോളുക. ഓരോരുത്തർക്കും വന്നിട്ട് ഓരോരോ ആവശ്യങ്ങളല്ലേ. ഞാൻ പറഞ്ഞ മാതിരി 3ഓ 6ഓ 9ഓ ആ ടൈംസിൽ നിങ്ങൾക്ക് വേണ്ടിയ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞോളുക, വേണമെന്ന് ആവശ്യപ്പെട്ടോളുക. നിങ്ങൾ പൂജയറയിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇപ്പോൾ പീരീഡ്സ് ടൈം ആയാലും ശരി, പുലവാലായ്മ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചാലും ശരി, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക, ആവശ്യപ്പെട്ടോളുക. വരാഹിയമ്മനക്ക് മുന്നേയും പ്രപഞ്ചത്തിന് മുന്നേയും നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ആവശ്യം വേണം എന്ന് നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഈ വാക്യവും ചൊല്ലി നിങ്ങൾ അമ്മനോട് അപേക്ഷിച്ചോളുക. നിങ്ങളിപ്പോ ജോലിക്ക് പോയാലും ശരി, വീട്ടിലിരുന്നാലും ശരി, ഈ നേരം മാത്രം നിങ്ങൾ മിസ് ചെയ്യാതെ നന്നായിട്ട് ഉപയോഗിച്ചോളുക. സമയം മറന്നു പോകരുത്. രാവിലെ 9:39, അത് വിട്ടവർക്ക് നൈറ്റ് 9:39. ഈ രണ്ട് ടൈമിലും നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. സോ ഡോണ്ട് മിസ് ദിസ് പവർഫുൾ ഡേ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. നിങ്ങളിത് ചെയ്തു നോക്കൂ. ഇതിന് പണച്ചെലവൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കിക്കോളുക. ഒരു 3 നിമിഷം അത് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ ഒരു പേപ്പറും ഒരു പെന്നും, അതും നമ്മുടെ മാനിഫെസ്റ്റേഷൻ ബുക്കുള്ളവർ അത് തന്നെ എടുത്തോളുക. ശരിയാ? വരാഹി തരും നല്ല എതിർകാലം.
ഇത് 3 തവണയോ 6 തവണയോ 9 തവണയോ നിങ്ങൾ എഴുതിയതിന് ശേഷം താഴെ വന്നിട്ട് വരാഹി അമ്മയ്ക്ക് നന്ദി. ശരിയാ? ഇതുകൂടെ എഴുതിക്കൊള്ളുക. എല്ലാവരും കമന്റിൽ പോയിട്ട് 939 എന്ന് എഴുതിക്കൊള്ളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.